ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബാബു മാ ജാഅ ഫീ ശൈബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നരയെക്കുറിച്ച് പറയുന്ന അധ്യായം. നമ്മൾ ഷമായിലിൽ വായിക്കുന്നത് നബിതങ്ങളുടെ വർണ്ണനകളും അവിടുത്തെ ജീവിത ശൈലികളും അവിടുത്തെ നടപ്പുകളൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സകല മേഖലകളും സകല വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നമുക്കിന്ന് ലഭ്യമാണ്. നിബിധങ്ങളുടെ നര അതെത്രയുണ്ടായിരുന്നു, അതെപ്പോഴാണ് വന്നത്, എത്ര എണ്ണം, അത്ര വളരെ നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ വരെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ആധികാരികമായി ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഹലീമ ബീവിയുടെ മകളായ ഷൈമാ ബീവി താരാട്ടുപാട്ട് ചൊല്ലി മുത്തുനബിയെ ഉറക്കി. ആ താരാട്ടുപാട്ട് പോലും ഇന്ന് ഹദീസിൻ്റെ ചരിത്രത്തിൻ്റെ കിതാബുകളിൽ ലഭ്യമാണ്. യാ റബ്ബന അബ്ഖി ലനാ മുഹമ്മദ ഹത്താ അറാഹു യാഫിഅൻ വ അംറദ ثم أراه سيدا مصودا وكبت أعاديه معا والحسدا الإصابة في تمييز الصحابة എന്ന ഗ്രന്ഥത്തിൽ നമുക്കിതൊക്കെ കാണാം. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അടിമുടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ചരിത്രം പ്രൗഢമായ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു നേതാവിനെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ നേതാവിനെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ബാബു മാ ജാഅ ഫീ ശൈബി റസൂലില്ലാഹ്, നബിതങ്ങളുടെ ആ നരയെക്കുറിച്ച് വന്ന ഹദീസുകളുടെ സമാഹാരമായ അധ്യായമാണിത്. حدثنا محمد بن بشار قال أخبرنا أبو داود قال أخبرنا همام عن قتادة رضي الله عنه قال അദ്ദേഹം പറയുന്നു, قلت لأنس بن مالك, ഞാൻ അനസ് ബിൻ മാലിക് തങ്ങളോട് ചോദിച്ചു. 10 വർഷക്കാലം അവിടുത്തേക്ക് സേവനം ചെയ്ത സ്വഹാബിയാണല്ലോ. ആ സ്വഹാബിയോട് ചോദിക്കുകയാണ് ഞാൻ, ഹൽ ഖളബ റസൂലുള്ളാഹി, നബിതങ്ങൾ ചായം തേക്കാറുണ്ടായിരുന്നോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിക്ക്, താടിക്കോ തലമുടിക്കോ ഏതും ആവാം, ഖളബാന്നേ ചോദിച്ചിട്ടുള്ളൂ, ചായം തേക്കാറുണ്ടായിരുന്നു. അപ്പൊ ഖാല, അനസ് തങ്ങൾ പറയാണ്, ലം യബ്ലുഗ ദാലിക, അങ്ങനെ ചായം തേക്കാൻ മാത്രമുള്ള നരയൊന്നും നബിതങ്ങൾക്കില്ലായിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ലം യബ്ലുഗ ദാലിക എന്ന് പറഞ്ഞാൽ എന്താ? അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ചായം തേക്കൽ എപ്പോഴാ? നര ബാധിക്കുമ്പോഴാണ്. ആ നരയെ മറക്കാൻ വേണ്ടിയാണ്, നരയെ ഒന്ന് ചുവപ്പിക്കാൻ വേണ്ടിയാണ് ചായം തേക്കുക. അങ്ങനെ ലം യബ്ലുഗ ദാലിക, അത്രയൊന്നും എത്തിയിരുന്നില്ല നബിതങ്ങളുടെ എന്ത്? നര. ഇന്നമാ കാന ശൈബൻ ഫീ സുദ്ഗൈഹി, അവിടുത്തെ ചെന്നിയിൽ മാത്രമേ അല്പം എന്തുണ്ടായിരുന്നുള്ളൂ? നര ഉണ്ടായിരുന്നു. വലാകിൻ അബൂബക്രിൻ ഖളബ ബിൽ ഹിന്നാഇ വൽ കതമി, എങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൈലാഞ്ചിയും അതുപോലെ കത്മ് ചെടിയും ഉപയോഗിച്ച് ചായം തേക്കാറുണ്ടായിരുന്നു. അപ്പം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാര് പറഞ്ഞു? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിൻ്റെ അർത്ഥം തീരെ നബിതങ്ങൾ ചായം തേക്കാറുണ്ടായിരുന്നില്ല എന്നല്ല.
അപ്പം അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ പറയണ്ടല്ലോ നമ്മൾ, അങ്ങനെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാലും ഏയ് ഏയ് പിന്നെ അടുത്ത ഹദീസ്. حدثنا إسحاق بن منصور ويحيى بن موسى قال ഇരുവരും പറഞ്ഞു حدثنا عبد الرزاق عن معمر عن ثابت رضي الله عنه عن أنس بن مالك رضي الله عنه قال ما عددت في رأس رسول الله. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിൽ എണ്ണിയിട്ടില്ല. മാ അദത്തു ഫി റഅസി റസൂലില്ലാഹി വലിഹിയതിഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ താടിയിലും തലയിലുമായി ഞാൻ എണ്ണിയിട്ടില്ല. ഇല്ലാ അർബഅ അശ്റത ശഅറതൻ ബൈദാ, 14 വെളുത്ത മുടികളല്ലാതെ, 14 നരച്ച മുടികളല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നരച്ച മുടിയുടെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ചില നിവേദനങ്ങളിൽ 17, 18, 20ഓളം എന്നൊക്കെ ഉണ്ട്. ഇവിടെ 14 എന്നാണ് പറഞ്ഞത്. വ്യത്യസ്ത റിപ്പോർട്ടർമാരും വിവിധ സന്ദർഭങ്ങളിലുള്ള വിവരണവുമായതുകൊണ്ടാണ് ഇവിടെ ആയതുകൊണ്ട് നമുക്കിവിടെ വൈരുദ്ധ്യം ഉണ്ട് എന്ന് പറയേണ്ടതില്ല. റളിയല്ലാഹു അൻഹു എണ്ണിയപ്പോൾ 14 കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മൂപ്പര് 19, 20 ഉണ്ടാവും. മൂപ്പര് അത്രേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. ഈ പൈസയെല്ലാം ചിലർക്ക് എണ്ണാൻ കൊടുത്താൽ 50,000 റുപ്യൻ്റെ കെട്ടാണെങ്കിൽ ചിലപ്പോൾ 45,000, 48,000 ചിലർക്ക് കിട്ടുള്ളൂ. ചെറിയ കുട്ടികളെ എല്ലാം കൊടുത്താൽ ചിലപ്പോൾ 40,000 ഉണ്ടാവും. ഒരു എണ്ണിട്ട് ചിലപ്പോൾ 2 ഒട്ടിപ്പിടിക്കും. അതൊക്കെ പോലെ ചിലപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു എന്താണ് ആ സമയത്ത് എണ്ണിയപ്പോൾ അത്ര, അല്ലെങ്കിൽ ചെറിയ കുട്ടിയല്ലേ, 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള സമയമായിരിക്കുമല്ലോ. حدثنا محمد بن المثنى قال أخبرنا أبو داود قال حدثنا شعبة عن سماك بن حرب رضي الله عنه قال سمعت جابر بن سمرة رضي الله عنه ഞാൻ കേട്ടു. وقد سئل, അദ്ദേഹം ചോദിക്കപ്പെട്ടിട്ടുണ്ട്, അൻ ഷൈബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ നരയെക്കുറിച്ച്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന ഇദാ ദഹന റഅസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ദഹന എന്നുണ്ട്, ചില റിപ്പോർട്ടിൽ ഇദദ്ദഹന എന്നുണ്ട്. ഇദദ്ദഹന റഅസഹു, തൻ്റെ തലയെ എണ്ണയിട്ട് കഴിഞ്ഞാൽ ലം യുറ മിൻഹു ഷൈബുൻ, നര അല്പം പോലും കാണുമായിരുന്നില്ല. ഫൈദാ ലം യദ്ഹിൻ, എണ്ണ ഇട്ടിട്ടില്ലെങ്കിലോ റുഇയ മിൻഹു, ആ നരയിൽ നിന്ന് കാണപ്പെടും. അവിടെ എണ്ണ ഇട്ടാൽ അതിൻ്റെ ആ ഗ്ലൈസിങ്ങിൻ്റെ ഇടയിൽ എന്താണ്, നരയെല്ലാം മറന്നു പോകുന്ന, നര ഉള്ളതായിട്ട് കാണൂല. ഇത് എണ്ണ ഇട്ടിട്ടില്ലെങ്കിൽ എന്താവും, കാണും. മനസ്സിലായില്ലേ? എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി അടങ്ങി ഒതുക്കി കൂടിയിട്ടെല്ലാം നിൽക്കുക, അപ്പം നര കാണൂല. എണ്ണ തേക്കാതിരുന്നാൽ അല്പം വേർപിരിഞ്ഞ് നിൽക്കും, അപ്പം എന്താവും, നര കാണും. പിന്നെ حدثنا محمد بن عمرو بن الوليد الكندي الكوفي قال حدثنا يحيى بن آدم عن شريك عن عبيد الله بن عمر عن نافع عن عبد الله بن عمر رضي الله عنهم قال അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറയാണ്, ഇന്നമാ കാന ശൈബു റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നരയായിരുന്നു നഹ്വൻ മിൻ 20 ശഅറതൻ ബൈദാ, 20ഓളമായിരുന്നു, 20ഓളം വെളുത്ത രോമങ്ങളായി. നഹ്വൻ എന്ന് പറഞ്ഞാൽ ഓളം, അബൌട്ട്സ് എന്നൊക്കെ ഉള്ളത് ഇംഗ്ലീഷിൽ ഏകദേശം. നഹ്വൻ മിൻ 20, അബൌട്ട് എന്താണ് 20, 20ഓളമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതാ ഷർഹിലൊക്കെ കാണാം. ഫഖദ് റആഹു അനസ് ഫി വഖ്തിൻ കാന 14 ശഅറ. അനസ് റളിയല്ലാഹു അൻഹു ഈ എണ്ണി നോക്കിയത് അല്ലെങ്കിൽ കണ്ടത് 14 മുടിയുള്ളപ്പോഴാണ്. റആഹു അബ്ദുല്ലാഹി ബിൻ ഉമർ ഫി വഖ്തിൻ ആഖർ, മറ്റൊരു സമയത്താണ് ആര് നോക്കിയത്, അബ്ദുല്ലാഹി ബിൻ ഉമർ നോക്കിയത്. അപ്പോൾ കാന 20 ശഅറ, അപ്പം എത്ര ഉണ്ടായിരുന്നു, 20 ഉണ്ടായിരുന്നു. പിന്നെ حدثنا أبي كريب محمد بن العلاء قال حدثنا معاوية بن هشام عن شيبان عن أبي إسحاق عن إكرمة عن ابن عباس رضي الله عنهم قال, അദ്ദേഹം പറയുകയാണ്, قال أبو بكر
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഖദ് ശിബ്ത, അങ്ങേക്ക് നര ബാധിച്ചുവല്ലോ. ശാബ 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 ഷാബു ഷാബത്ത് ഷാബത്ത ഷിബ്ന ഷിബ്ത ഷിബ്തുമ ഷിബ്ത നരബാധിക്കുക. അങ്ങേക്ക് നരബാധിച്ചല്ലോ നബിയേ, അങ്ങേക്ക് നരബാധിച്ചല്ലോ. അപ്പൊ ഖാല, റസൂലുള്ള പറഞ്ഞു, ശയ്യബത്നി, എന്നെ നരബാധിപ്പിച്ചത് ഹൂദുൻ, ഹൂദ് സൂറത്താണ്, അൽ വാഖിയ, അൽ വാഖിയ സൂറത്താണ്, അൽ മുർസലാത്ത്, മുർസലാത്ത് സൂറത്താണ്, അമ്മ യതസാഅലൂൻ, അമ്മ യതസാഅലൂന ആണ്, ഇദശംസു കുവ്വിറത്, ഇദശംസു കുവ്വിറത്താണ് എനിക്കെന്തായത്, നരബാധിപ്പിച്ചത്. ഇന്ന് ഈ ഖുർആനിക അധ്യായങ്ങളാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ചോദിച്ചത്? അങ്ങേക്ക് നരബാധിച്ചല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ കാരണമുണ്ട്. നബിതങ്ങളുടെ ശരീരത്തിൽ 4 ഡിസ്പോസിഷൻ, 4 പ്രകൃതികൾ, പ്രകൃതം, അത് തുല്യ അളവിലാണ്. ശരീരത്തിലുള്ള 4 ഡിസ്പോസിഷനുകൾ ഏതൊക്കെയാ? ഒന്ന് വംത്ത്, ചൂട്, മറ്റൊന്ന് ചിൽനെസ്, തണുപ്പ്, മറ്റൊന്ന് ഹ്യൂമിഡിറ്റി, ഈർപ്പം, മറ്റൊന്ന് അരിഡിറ്റി, ഊഷരത. ഇതെല്ലാം തുല്യ അളവിലായി കഴിഞ്ഞാൽ നരബാധിക്കൂല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുക? ചൂട് നല്ല കൂടുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ എന്താവും? നര വരും. അങ്ങനെ അരിഡിറ്റി, ഊഷരത കൂടുമ്പോൾ നര വരും. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാം, നബിതങ്ങൾക്ക് അങ്ങനെ നരബാധിക്കേണ്ടതില്ല. നബിതങ്ങൾക്ക് എപ്പോഴും എല്ലാം മീഡിയം ലെവലിലാണ്, കൃത്യമായ അളവിലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത് ചോദിക്കാൻ കാരണമുണ്ട്. അപ്പോൾ എന്താണ്? ഈ സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത് എന്ന്. എന്താ ഈ സൂറത്ത് നരപ്പിച്ചു കളയാൻ കാരണം? ഈ സൂറത്തുകളുടെ പ്രത്യേകത എന്താ? ഈ സൂറത്തുകളിൽ അഹ്വാലു സ്സുഅദാഇ വൽ അശ്ഖിയ, വിജയികളുടെയും പരാജിതരുടെയും അവസ്ഥകളാണ് പറയുന്നത്. അഹ്വാലു യൗമിൽ ഖിയാമ, അന്ത്യനാളിലെ ഭയാനതകളാണ് ഈ സൂറത്തുകളിൽ പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് നബിതങ്ങൾ അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടുന്നു കരുതിയിട്ട സങ്കടപ്പെട്ടത്. അന അവ്വലു മൻ ഉഹർരികു ഹിലഖൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഞാനാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുക. ഫയഫ്തഹുല്ലാഹു ലീ ഫയുദ്ഖിലുനീഹാ, അല്ലാഹു എനിക്ക് സ്വർഗം തുറന്നു തരും, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനത്തെ മുത്തുനബി എന്തിനു പേടിക്കണം? സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് മുത്തുനബിക്ക് വേണ്ടിയല്ലേ. ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, ഇല്ല നബിയെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്ത് തന്നെ പടക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞു. പിന്നെ എന്തിനാണ് നബി തങ്ങൾ കരഞ്ഞത്, സങ്കടപ്പെട്ടത്? ശറഹുകളിലൊക്കെ കാണാം, ലിഇളമി റഅഫതിഹി വറഹ്മതിഹി ബി ഉമ്മതിഹി, ഉമ്മത്തിനോടുള്ള റഹ്മത്തും റഅഫത്തും കാരണമായിട്ടാണ്. വദവാമി തഫക്കുരി ഫീമാ യുസ്ലിഹുഹും, ഉമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എപ്പോഴും ചിന്തിക്കും, എൻ്റെ ഉമ്മത്ത് എന്താവും അവരുടെ അവസ്ഥ, എൻ്റെ ഉമ്മത്ത് എല്ലാവരും രക്ഷപ്പെടുമോ, എല്ലാവരും സുഅദാഇൽ ഉൾപ്പെടുമോ, അതല്ല എല്ലാവരും മഷ്ഖിയായിൽ ഉൾപ്പെട്ടു പോകുമോ, ഇതാലോചിച്ചിട്ടാണ് നബിതങ്ങൾ എന്തായത് സങ്കടപ്പെട്ടത്. അങ്ങനെയാണ് നരബാധിപ്പിച്ചത്. മനസ്സിലായി? സൂറത്തുൽ ദുഹായിലൂടെ അല്ലാഹു മുത്തുനബിയോട് പറഞ്ഞല്ലോ, വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, നബി അങ്ങേക്ക് തൃപ്തിയാവുവോളം എന്ത് വേണമെങ്കിലും തരാം, അങ്ങ് ചോദിച്ചോളൂ. അപ്പം എന്താ റസൂലുള്ളാഹി ചോദിച്ചത്? എല്ലാം കൊടുക്കുമെന്നുറപ്പാണ്, എന്ത് ചോദിച്ചാലും കിട്ടും. റസൂലുള്ളാഹി അവിടുത്തെ കുടുംബക്കാർക്ക്, മക്കൾക്ക്, ഭാര്യമാർക്ക് വേണ്ടി മാത്രമല്ല ചോദിച്ചത്. ഇദൻ ലൻ അർദാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ,
എങ്കിൽ അള്ളാഹുവെ നീ ചോദിച്ചതൊക്കെ തരുമല്ലോ, എന്ത് വേണമെങ്കിലും തരുമല്ലോ, എങ്കിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെയും നീ എന്താക്കാൻ പാടില്ല, നരകത്തിൽ കടത്താൻ പാടില്ല എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് സ്വർഗം വാങ്ങിത്തരാനുള്ള, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നമ്മുടെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ആ നബിതങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം. അവിടുത്തെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരാൾ ഒരു നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ, നമ്മളൊക്കെ അതിൽപ്പെട്ട് ഒരു മഹസിയത്ത് ചെയ്താൽ 10 പ്രതിഭാസങ്ങളുണ്ടാകും. എത്ര? 10. അതിൽ ഒന്നാണ് മൂപ്പരെണ്ണിയത്. ഇബ്നുൽ ജൗസി തൻ്റെ അർ-റൂഹ് എന്ന് പറയുന്ന കിതാബിൽ, ഫഖദ് അഹ്സന നബിയ്യ ഫി ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന നബിതങ്ങളെ അവൻ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടുന്ന് തളിപ്പറമ്പെന്ന്, കണ്ണൂരിൽ നിന്ന്, കോഴിക്കോടിൽ നിന്ന് ഒരു തെറ്റ് ചെയ്യുമ്പോൾ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കിടന്ന് വേദനിക്കുന്നുണ്ടെന്നാണ് ഇബ്നുൽ ജൗസി ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയ അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ സൂറത്തുകളാണ് എന്നെ നരബാധിപ്പിച്ചത്. അപ്പോൾ ഈ സൂറത്തിൻ്റെ പ്രമേയം എന്താ? അഹ്വാലു സുഅദാഇ വൽ അഷ്ഖിയ, അതുപോലെ അഹ്വാലു യൗമിൽ ഖിയാമ. ഒന്ന് അഹ്വാലാണ്, മറ്റൊന്ന് അഹ്വാലാണ്, അന്ത്യനാളിൻ്റെ ഭയാനതകൾ. ആ ഭയാനതകളിൽ എൻ്റെ ഉമ്മത്ത് വേദനിച്ചു പോകുമോ എന്നോർത്തുകൊണ്ടാണ് നബിതങ്ങൾ സങ്കടപ്പെട്ടത്. ആ സങ്കടത്തിൻ്റെ കാരണത്താലാണ് അവിടത്തേക്ക് നരബാധിച്ചത്. പിന്നെ حدثنا سفيان بن وكيع قال حدثنا محمد بن بشر عن علي بن صالح النبي إسحاق النبي جحيفة قال قالوا അദ്ദേഹം പറയാണ്, قالوا സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് നറാക ഖദ് ശിബ്ത, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, നറാക നമ്മൾ അങ്ങയെ കാണുന്നുവല്ലോ, ഖദ് ശിബ്ത അങ്ങ് നരബാധിച്ചതായിട്ട്. ഖാല റസൂലുള്ള പറഞ്ഞു, ഖദ് ശയ്യബത്നി എന്നെ നരപ്പിച്ചു കളഞ്ഞു ഹൂദുൻ, ഹൂദ് സൂറത്തും, വഅഖവാതുഹാ ഹൂദ് സൂറത്തിൻ്റെ സഹോദരിമാരും. ആ സഹോദരിമാരാരെല്ലാം എന്നാണ് തൊട്ട് മുകളിൽ പറഞ്ഞത്? വാഖിയ, മുർസലാത്ത്, അമ്മ യതസാഅലൂൻ. പിന്നെ حدثنا علي بن حجر قال أنبأنا شعيب بن صفوان عن عبد الملك بن عمير عن إياد بن لقيط العجلي رضي الله عنه عن أبي رمثة التيمي أبو رمثة التيمي رضي الله عنه من റിപ്പോർട്ട്. അദ്ദേഹം പറയാണ്, ഖാല അതൈതു നബിയ, ഞാൻ നബി തങ്ങളുടെ അരികിലേക്ക് ചെന്നു, വമഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇബ്നുല്ലി, എൻ്റെ ഒരു മകനും ഉണ്ടായിരുന്നു. ഖാല അദ്ദേഹം പറയാണ്, ഫഉരീതുഹു ഫഖുൽതു ലമ്മാ റഅയ്തുഹു ഫഅറൈതുഹു ഞാൻ എൻ്റെ മകനിക്ക് റസൂലുള്ളാഹിനെ കാണിച്ചു കൊടുത്തു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലമ്മാ റഅയ്തുഹു, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഹാദാ നബിയുല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകരാണ്. കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി. കാരണം എന്താ? ലിളുഹൂരി നൂരിൻ നുബുവ, നുബുവത്തിൻ്റെ നൂറ് പ്രകടമാകുന്നുണ്ട് അലൈഹി റസൂലുള്ളാഹിൻ്റെ മേൽ. അലൈഹി സൗബാനി അഖ്ളറാൻ, എന്താണ്? അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ, റസൂലുള്ളാഹിൻ്റെ മേലിലുണ്ട് സൗബാനി അഖ്ളറാൻ, 2 പച്ച വസ്ത്രങ്ങൾ. അലഹു ഷഅറുൻ, അദ്ദേഹത്തിന് എന്തുണ്ട്? മുടിയുണ്ട്. ഖദ് അലാഹു ഷൈബു, ഖദ് അലാഹു, അതിൻ്റെ മുകളിലുണ്ട് എന്ത്? അഷൈബു, നര. കുറഞ്ഞ ഭാഗങ്ങൾ നര ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിട്ട് കണ്ടു അദ്ദേഹം. ഷൈബുഹു അഹ്മറു, അവിടുത്തെ നര എന്തായിരുന്നു? ചുവപ്പ് നിറമായിരുന്നു. മൈലാഞ്ചി കൊണ്ട് ചുവപ്പിച്ചതായിരിക്കാം. حدثنا أحمد بن منيع قال حدثنا سريج بن النعمان قال حدثنا حماد بن سلمة عن سماك بن حرب قال قيل لجابر بن سمرة, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അകാന ഫി റഅസി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ തലയിലുണ്ടോ
ഷൈബുൻ നരയുണ്ടോ? എന്തുണ്ടോ? ഖാല അദ്ദേഹം പറഞ്ഞു ലം യകുൻ ഫി റഅസി റസൂലില്ലാഹ് റസൂലുള്ളാഹിന്റെ തലയിൽ ഇല്ലായിരുന്നു ഷൈബുൻ നരയില്ല ഇല്ലാ ഷഅറാത്തുൻ അല്പം മുടികളൊഴികെ ഫി മഫ്രിഖി റഅസിഹി അവിടുത്തെ തലയുടെ മൂർധാവിൽ അല്പം കുറച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഇദദ്ദഹന റസൂലുള്ളാഹ് എണ്ണയിട്ട് കഴിഞ്ഞാൽ വറാഹുന്നദ്ദുഹ്നു അവകളെ ആര് മൂടും? നരം പിന്നെ എണ്ണ മൂടിക്കളയും എന്ന് പറഞ്ഞാൽ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താവൂല? കാണൂല. അത് അടിയിലായിപ്പോ എന്താവൂല? കാണൂല. ആ പിന്നെ ബാബു മാ ജാഅ ഫീ ഖിലാബി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചായം തേക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ചാപ്റ്ററാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസ്. حدثنا أحمد بن منيع قال حدثنا هشيم قال حدثنا عبد الملك بن عمير عن إياد بن لقيط قال أخبرني أبو رمثة എന്നോട് അബൂ റിംസ പറഞ്ഞു. قال അദ്ദേഹം പറയുന്നു أتيت رسول الله ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് ചെന്നു. മഅ ഇബ്നിൻ ലി എൻ്റെ ഒരു മകനോട് കൂടെ. ഖാല റസൂൽ ചോദിച്ചു ഇബ്നുക ഹാദാ ഇത് നിങ്ങളുടെ മകനാണോ? ഖുൽതു ഞാൻ പറഞ്ഞു നഅം അതേ നബിയെ. അപ്പോ ഫഖുൽതു ഞാൻ പറഞ്ഞു നഅം അതെ അഷ്ഹദു ബിഹി ഞാൻ അതുകൊണ്ട് എന്താകുന്നു? സാക്ഷ്യം വഹിക്കുന്നു. ഖാല അപ്പോൾ അവിടെ ചില റിപ്പോർട്ടുകളിൽ അഷ്ഹിദ് ബിഹി എന്നുണ്ട്. നബിയെ ഇതെൻ്റെ മകനാണെന്ന് അങ്ങ് സാക്ഷ്യം വഹിക്കണം. ചിലപ്പോൾ ആരെങ്കിലും ആ വിഷയത്തിൽ സംശയിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അഷ്റഫുൽ വസായിലുണ്ട് വ്യഭിചാര കുട്ടിയാണ്, അവിഹിതമായ ബന്ധത്തിലൂടെ ഉണ്ടായതാണെന്ന് ആരെങ്കിലും ആരോപണം പറയുന്നുണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് പോയിട്ട് പറഞ്ഞത് അഷ്ഹിദ് ബിഹി എൻ്റെ മകനാണെന്ന് എന്താക്കണം? അങ്ങ് സാക്ഷ്യം വഹിക്കണം. ഖാല അപ്പോൾ റസൂലുള്ള പറഞ്ഞു ലാ യജ്നി അലൈക വലാ തജ്നി അലൈ അവൻ നിന്റെ മേൽ കുറ്റം ചെയ്യാതിരിക്കട്ടെ, വലാ തജ്നി നീ കുറ്റം ചെയ്യാതിരിക്കട്ടെ, അലൈഹി അവൻ്റെ മേലിൽ. അഥവാ ജാഹിലിയ കാലത്തൊരു നിയമമുണ്ടായിരുന്നു, പിതാവിൻ്റെ കുറ്റം മകൻ വഹിക്കണമെന്നും അതിനുവേണ്ടി ശിക്ഷിക്കപ്പെടുമെന്നും. പിതാവ് ഒരു കുറ്റം ചെയ്താൽ അതിൻ്റെ ശിക്ഷ ആരാ? പിതാവ് വ്യഭിചരിച്ചാൽ അതിൻ്റെ കുറ്റം ആര്? മകന് വാങ്ങണം എന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? തെറ്റാരാണോ ചെയ്തത് അവർക്കാണ് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ ലഭിക്കുക. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ ഒരാളും മറ്റൊരാളുടെ പിന്നെ തെറ്റ് കാരണമായിട്ട് എന്താവില്ല? ശിക്ഷിക്കപ്പെടുകയില്ല. എന്തായാലും ഖാല അബൂ റിംസ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ റിംസ പറയാണ് വറഅയ്തു ശൈബ അഹ്മറ ഇതാ നമ്മുടെ വിഷയം. അപ്പോൾ ഞാൻ അവിടുത്തെ നര ചുവന്നതായിട്ട് കണ്ടു. ഖാല അബൂ ഈസ ഇമാം തുർമിദി തങ്ങൾ പറയാൻ ഹദാ അഹ്സനു ശൈഇൻ റൂയ ഫീ ഹാദൽ ബാബ് ഈ ബാബിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും നല്ല ഹദീസാണ് ഈ ഹദീസ്, ഈ വിഷയം. വഅഫ്സർ ഏറ്റവും വിശാലമായതും. ലിഅന്ന റിവായാത്തി സ്വഹീഹ കാരണം സ്വഹീഹായ റിപ്പോർട്ടുകൾ അന്ന നബിയ്യ ലം യബ്ലുഗി ശൈബ സ്വഹീഹായ റിപ്പോർട്ടുകൾ ഉണ്ടെന്ത് റസൂലുള്ളാഹിക്ക് എന്തുണ്ടായിരുന്നില്ല? നര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നബിതങ്ങൾ നര ഉണ്ടായിരുന്നു, അല്പം അത് ചുവന്നതായിരുന്നു, എല്ലാം കൂടി ഈ ഹദീസിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ഏറ്റവും അഫ്സറും ഏറ്റവും അഹ്സനും എന്ന് ഇമാം തിർമിദി പറഞ്ഞു. അബൂ റിംസ എന്ന് പറഞ്ഞാൽ കുഞ്ഞത്തലമാണ്. അബൂ റിംസ ഇസ്മുഹു മൂപ്പരുടെ ഇസ്മു പേരെന്താ? റിഫാഅത്ത് ബിൻ യസ്രിബി അത്തൈമി എന്നാണ് അദ്ദേഹത്തിൻ്റെ. حدثنا سفيان بن وكيع قال حدثنا أبي عن شريك عن عثمان بن موهب قال سئل أبو هريرة رضي الله عنه അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു അൽ ഖലബ റസൂലുള്ളാഹ് ചായം പൂശിയിരുന്നോ? ഖാല നഅം അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു അതെ ഉണ്ട്. ഖാല അബൂ ഈസ ഇമാം തിർമിദി തങ്ങൾ പറയുന്നു വറവാ അബൂ അവാന ഹാദൽ ഹദീസ് അബൂ അവാന എന്നവർ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു.
ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മൗഹബ് തങ്ങളെ തൊട്ട് ഖാല അദ്ദേഹം പറഞ്ഞു അൻ ഉമ്മി സലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു പരമ്പര വഴി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹദ്ദസനാ ഇബ്രാഹിം ബിൻ ഹാറൂൻ ഖാല അൻബഅന നദർ ബിൻ സുറാറ അൻ അബി ജനാബ് അൻ ഇയാദ് ബിൻ ലഖീഖ് അനിൽ ജഹ്ദമ റളിയല്ലാഹു അൻഹാ ഇംറഅതി ബിശ്ർ ബിനിൽ ഖസാസിയ്യ ബിശ്ർ ബിനിൽ ഖസാസിയ്യയുടെ ഭാര്യ ജഹ്ദമ എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു. അന റഅയ്തു ഖാലത്ത് മഹദി പറയുന്നു അന റഅയ്തു റസൂലല്ലാഹി ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടു യഖ്റുജു മിൻ ബൈതിഹി അവിടുത്തെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് യംഫുദു റഅസഹു വഖദ് ഇഗ്തസല കുളിച്ചതിന് ശേഷം തല തടവിക്കൊണ്ട് അവിടുത്തെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ബിറഅസിഹി റസൂലുള്ളാഹിന്റെ തലയിലുണ്ടായിരുന്നു റദുഉൻ മിൻ ഹിന്നാ മൈലാഞ്ചിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഔ ഖാല റദുഗുൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞത് റദുഗുൻ ആണ്, ഗൈനാണ് പറഞ്ഞത്. ശക്ക ഫി ഹാദാ ഇതിൽ സംശയിച്ചു അശ്ശൈഖു ആര് ഷെയ്ഖ് സംശയിച്ചു. എന്തായാലും എന്താണ് മൈലാഞ്ചിയുടെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മൈലാഞ്ചി കൊണ്ട് മുടിയും തലയും ചായത്തേക്കാമെന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് എന്താക്കാം വായിച്ച് എടുക്കാൻ കഴിയുന്നുണ്ട്. حدثنا عبد الله بن عبد الرحمن قال حدثنا عمرو بن عاصم قال حدثنا حماد بن سلمة قال حدثنا حميد عن أنس بن مالك رضي الله عنهم قال അനസ് തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് റഅയ്തു ശഅറ റസൂലില്ലാഹി റസൂലുള്ളാഹിന്റെ ശഅറിനെ ഞാൻ കണ്ടു മഖ്ലൂബ ചായം തേക്കപ്പെട്ടതായിട്ട്. ചായം قال حماد എന്നവർ പറയുന്നു واخبرنا عبد الله بن محمد بن عقيل قال رأيت شعر رسول الله رسول الله ന്റെ ശഅറിനെ കണ്ടു. എന്താ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരിക്കുമ്പോൾ വഖ്ലൂബ എന്തായിട്ട് ചായം തേക്കപ്പെട്ടതായിട്ട് മീനിങ്ങളെ. അപ്പൊ അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശങ്ങൾ നിലത്ത് വീഴാറില്ല, ഒരു കേശം പോലും. സഹാബത്ത് വളരെ ആവേശത്തോടു കൂടി എന്താക്കും, അതെടുക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായിരുന്ന ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ വിശുദ്ധമായ കേശങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവസാനം മരിക്കാൻ നേരത്ത് അനസ് തങ്ങൾ വസിയത്ത് ചെയ്യുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം എൻ്റെ വായയിൽ വെച്ചു തരണം. എൻ്റെ വായയിൽ നാവിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു തരണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഫൈദാ സുഇല ഫിൽ ഖബ്ർ ഖബറിൽ വെച്ച് ചോദിക്കപ്പെട്ടാൽ മനിർ റജുലിൽ ലദീ ഉർസില ഇലൈക്കും ആരാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകർ, ഒരു ഫോട്ടോ കാണിച്ച് ചോദിക്കും ഇതാരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫൗഖരിജു ലഹു അശ്ശഅറ ഞാൻ ഈ ശഅറ മുബാറക് എടുത്ത് കാണിച്ചു കൊടുക്കും ആ മലക്കിന്. ഫഖൂലു ഞാൻ പറയും ഹാദിഹി ശഅറതുഹു ഇത് ആ പ്രവാചകന്റെ എന്താണ് ശഅറ മുബാറക്കാണ്, ആ പ്രവാചകന്റെ ശഅറാണെന്ന് ഞാൻ പറയും. ആ പ്രവാചകന്റെ ശഅറ മുബാറക്കാണെന്ന് ഞാൻ പറയും. ഇതെടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കും എന്നാര് പറഞ്ഞു? ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതാണ് എന്ത് ഹാദിഹി ശഅറതുഹു ഇതാ പ്രവാചകന്റെ കേശമാണ്. എനിക്ക് ഖബറിലുള്ള പ്രയാസങ്ങളെ നീങ്ങാനും രക്ഷപ്പെടാനുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. മുൻഗാമികളായ ഇമ്മത്തുകളും ശൈഖുമാരും വിശുദ്ധ ശഅറിനെ തിരുകേശത്തെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഇമാം അഹ്ലുസ് സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന് ശഅറ മുബാറക് ലഭിച്ചു. വഹ്തഫള ബിഹി ഇലാ അൻ തുവഫിയ മരിക്കുന്നത് വരെ അദ്ദേഹം ആദരവോടെ ബഹുമാനത്തോടെ സൂക്ഷിച്ചു വെക്കുന്നു. വിശുദ്ധ കേശം മുഖേന വിജയം കൊതിച്ചവരായിരുന്നു മഹാന്മാരെല്ലാം. അല്ലാഹു ശഅറ മുബാറക്കിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്
നമുക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറും അവിടുത്തെ ചായം തേക്കലും നരയുമായി ബന്ധപ്പെട്ട 3-4 അധ്യായങ്ങളാണ് നമ്മൾ പഠിച്ചത്. 4 അധ്യായങ്ങൾ. അവിടുത്തെ മുടി ചീകൽ, അതുപോലെ ആദ്യം ഷഅർ, പിന്നെ തറജ്ജുൽ മുടി ചീകൽ, പിന്നെ നര, പിന്നെ ഖിലാബ് ചായം തേക്കൽ. അത് വേറെ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ വായിച്ചു. അല്ലാഹു ഈ ഹദീസുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാവട്ടെ.